അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയതിന് പിന്നാലെ ഡെമോക്രാറ്റിക് പാർട്ടി ഒരാഴ്ച കൊണ്ട് സമാഹരിച്ചത് $200 മില്യൺ. തെരഞ്ഞെടുപ്പിൽ ബൈഡന്റെ പിൻഗാമിയായി വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ കടന്നുവരവോടെയാണ് തെരഞ്ഞെടുപ്പ് ചെലവിനായി ഇത്രയധികം തുക പാർട്ടിക്ക് നേടാനായത്. ഇതിനു പുറമെ കമലാ ഹാരിസിന് വേണ്ടി പ്രചാരണം നടത്താൻ 1,70,000 പേരാണ് വോളണ്ടിയർ ആകാൻ സന്നദ്ധതയറിയിച്ച് മുന്നോട്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം സംഭാവന ചെയ്യുന്നവരിൽ ഏറിയ പങ്കും പുതിയ ആളുകളാണെന്നതാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത്. കമലാ ഹാരിസ് സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത ശേഷം വൻ തുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് ഒഴുകിയെത്തിയത്. 24 മണിക്കൂറിനുള്ളിൽ റെക്കോർഡ് സംഭാവന തുക ലഭിക്കുന്ന നേട്ടം കമലാ ഹാരിസ് നേരത്തെ സ്വന്തമാക്കിയിരുന്നു. വൈസ് പ്രസിഡന്റ് എന്ന നിലയിലെ കമലാ ഹാരിസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം പാർട്ടിയിൽ ഉയരുമ്പോഴാണ് കമലാ ഹാരിസിന് ശക്തമായ പിന്തുണ ലഭിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം. ജൂലൈ 21-നാണ് ജോ ബൈഡൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതായി പ്രഖ്യാപിച്ചത്. തുടർന്ന് തന്റെ പിൻഗാമിയായി കമലാ ഹാരിസിനെ പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നാലെ കമലാ ഹാരിസ് തെരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്ന് കമല പറഞ്ഞു. ഓരോ വോട്ടും സ്വന്തമാക്കാൻ താൻ കഠിനാധ്വാനം ചെയ്യും. നവംബറിൽ തങ്ങളുടെ ജനകീയ പ്രചാരണം വിജയിക്കുമെന്നും കമലാ ഹാരിസ് എക്സിൽ കുറിച്ചിരുന്നു. ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയമുയർന്ന സാഹചര്യത്തിലായിരുന്നു മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡന്റെ തീരുമാനം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത് പുതിയ തലമുറയ്ക്ക് അവസരം നൽകാനാണെന്ന് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. അതാണ് നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്നും ഇത് പുതുതലമുറയുടെ ശബ്ദം കേൾക്കേണ്ട സമയമാണെന്നും ജോ ബൈഡൻ പറഞ്ഞിരുന്നു. നവംബർ 5-നാണ് US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപാണ് കമലാ ഹാരിസിന്റെ എതിർ സ്ഥാനാർത്ഥി. ബൈഡന്റെ പിന്മാറ്റത്തോടെ വൻ വരവേൽപ്പാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമലാ ഹാരിസിന് ലഭിക്കുന്നത്. എതിരാളിയായി ബൈഡന് പകരം കമലാ ഹാരിസ് എത്തിയതോടെ അഭിപ്രായ സർവേകളിൽ ട്രംപിന്റെ ലീഡിൽ ഇടിവ് നേരിടുന്നതായാണ് നിലവിലെ സ്ഥിതിഗതികൾ. നിരവധി ആരോപണങ്ങൾക്കാണ് ട്രംപ് ഇതുവരെ വിധേയനായിട്ടുള്ളത്. വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ സർവേ പ്രകാരം ട്രംപിന്റെ ലീഡ് 6 പോയിന്റിൽ നിന്ന് 2 കുറഞ്ഞിരുന്നു. നിർണായക സംസ്ഥാനങ്ങളായ മിഷിഗണിലും പെൻസിൽവേനിയയിലും ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്. എന്നിരുന്നാലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ബൈഡന്റെ പിന്മാറ്റം ട്രംപിന് ഒരേ സമയം നേട്ടവും വെല്ലുവിളിയുമാണ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.